നമസ്കാരം. സുനിത വില്യംസിനും ഒപ്പമുള്ള 3 പേർക്കും ഒരു ബിഗ് സല്യൂട്ട്. ഇന്നലെ അവരെല്ലാം പാരച്യൂട്ടിൽ ഇങ്ങനെ പറന്നിറങ്ങുന്ന ദൃശ്യം കണ്ട് എണീറ്റ് നിന്ന് കൈയടിച്ച ലക്ഷങ്ങളിൽ ഒരാളാണ് ഞാനും. അതിനെക്കുറിച്ചുള്ള വാർത്തകളും ദൃശ്യങ്ങളും മതിയാവോളം കണ്ട് നിങ്ങളോട് ഞാനിന്നിവിടെ പറയുന്നത് വേറൊരു കാര്യമാണ്. ഇതിനു മുമ്പും ബഹിരാകാശ യാത്രയ്ക്ക് പോയ പല വനിതകളും ലോകത്തുണ്ടെങ്കിലും സുനിത വില്യംസിൻ്റെ ഈ വൻ തിരിച്ചുവരവ് ലോകം മുഴുവൻ ഇത്രമാത്രം ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിന് പിന്നിൽ അതിജീവനത്തിൻ്റെ വലിയൊരു സംഭവമുണ്ട്. പേടകത്തിൻ്റെ തകരാറ് മൂലം 287 ദിവസങ്ങളാണ് അവർ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത്. തിരിച്ചെത്തിക്കാനുള്ള പല ശ്രമങ്ങളും നടന്നില്ല. തോറ്റുപോകുമെന്നും അവർ തിരിച്ചു വരാതിരിക്കുമോ എന്ന് പോലും ശാസ്ത്രം സംശയിച്ചു. ആ തോൽവിക്കൊടുവിലാണ് വിജയം എന്നതാണ് ഈ മടക്കയാത്രയെ മഹത്തരമാക്കിയത്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? തോറ്റ് ജയിച്ചവരുടെ കഥകളാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. എബ്രഹാം ലിങ്കണും ചാർലി ചാപ്ലിനും തുടങ്ങി നാം അറിയുന്ന പലരും ജീവിതത്തിൽ പലവട്ടം തോൽക്കാൻ കൂടി പഠിച്ചതുകൊണ്ടാണ് പിന്നെ അവരുടെ വൻ വിജയത്തെ ലോകം ആഘോഷമാക്കിയത്. ആയിരക്കണക്കിന് തവണ തോറ്റിട്ടും ഇച്ഛാശക്തി വിടാതെ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച് വിജയം കണ്ടെത്തിയത് കൊണ്ടാണ് തോമസ് ആൽവ എഡിസന്റെ പാറ്റന്റ് കിട്ടിയ 1093 കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടും ബൾബിന്റെ പേരിൽ മാത്രം എഡിസനെ നമ്മൾ ഓർക്കുന്നത്. സുനിത വില്യംസിന്റെ ഈ വിജയത്തെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. തോൽക്കട്ടെ, മറ്റുള്ളവർ നമ്മളെ തോൽപ്പിക്കട്ടെ, തളരരുത്, തകരരുത്. പിന്നെ നമ്മൾ നേടുന്ന ആ വിജയമുണ്ടല്ലോ, അതാണ് കാലം ഓർത്തു വയ്ക്കുക. അതായത് തോൽക്കാൻ കൂടി പഠിക്കുക എന്നത് ജീവിതത്തിലെ മഹത്തരമായ ഒരു കലയാണ് എന്നർത്ഥം. You're chilling when the rain. You're some kind of butterfly. Baby, you give me midnight. You whip up my appetite.